ഇന്നലെ ആയപ്പോൾ ഷീലയും പിരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിടത്തുമില്ല, സിനിമ കാണാനുമില്ല, സിനിമ കേൾക്കാനുമില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു സമുദായത്തെ അപമാനിക്കുന്ന ഒരു സിനിമ പിടിക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ല. ആ സെൻസർ ബോർഡിന്റെ നടപടി തെറ്റാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സമുദായത്തെ പൂർണ്ണമായിട്ട് അവഹേളിക്കുന്ന രീതിയിൽ എന്തിനാ ഇത് ഉണ്ടാക്കുന്ന ഈ സിനിമ എന്ന് പറഞ്ഞ മനുഷ്യൻ അത് തന്നെയല്ല. 6 വയസ്സുള്ള കൊച്ചു പറയാ എനിക്ക് ഈശോയേക്കാ ഇഷ്ടം ചെകുത്താനെയാണ്. കണ്ടായിരുന്നോ? പോരെ. നിങ്ങളുടെ ഒരു കൊച്ചു മകൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ശ്രീരാമനേക്കാൾ ഇഷ്ടം ലൂസിഫറിനെയാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ നിരക്കാൻ പറ്റും സിനിമ പിടിക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞെന്ന് എൻ്റെ അഭിപ്രായം. ഒരു ക്ഷമിക്കണം അത് പറയുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ സഹോദരി, 17 ഭാഗം വെട്ടിക്കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ 17 ഭാഗം കുറ്റമാനവും കുഴപ്പമാണെന്ന് ഇന്ന് പ്രൊഡ്യൂസറും നടന്മാരും സമ്മതിച്ചെന്നല്ലേ അതിനർത്ഥം. അപ്പോൾ ഒരു കൂട്ട് വർത്താനം പറയണ്ട, നമ്മൾ തർക്കം വേണ്ട. കുഴപ്പമുണ്ടായിരുന്നുവെന്ന് സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും സമ്മതിക്കുന്നത് തുല്യമാണല്ലോ. 17 ഭാഗം കട്ട് നമ്മളായിരിക്കും ഇന്ന ഭാഗം കട്ടിയാണ് നമ്മൾ പറഞ്ഞു ഇല്ലല്ലോ. എന്തിനാകുമാർ ഈ 17 കട്ടി കളഞ്ഞ് 2.5 മിനിറ്റ് ഇല്ലാതായി പോയല്ലോ. അപ്പോൾ അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കട്ട് ചെയ്യേണ്ടി വരും ഇനിയും വരുമ്പോൾ, ഒരു സംശയം വേണം. അത് കാണാൻ ആളെ കിട്ടുകയല്ലെന്ന്.